ധ്യാനപീഠചിന്തകൾ. ധ്യാനപീഠചിന്തകൾ, എ ഡിവോഷണൽ തോട്ട് ഫോർ വർഷിപ്പ്. യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ധ്യാനപീഠ ചിന്തയിലേക്ക് പ്രഭാതത്തിൽ സ്വാഗതം. നമ്മുടെ ധ്യാനത്തിന് ആധാരമായി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41 അധ്യായം 14 വാക്യം ഞാൻ വായിച്ച് കേൾപ്പിക്കുന്നു. ബുക്ക് ഓഫ് ഐസിയ ചാപ്റ്റർ 41 വേർഡ്സ് 14. പുഴുവായ യാക്കോബേ, ഇസ്രയേൽ പരീക്ഷയെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രയേലിന്റെ പരിശുദ്ധൻ തന്നെ. ഈ വായിച്ച വാക്യത്തിൽ നിന്നും ഒരു പദം ഞാനൊന്ന് അടർത്തി മാറ്റുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ നാം വായിക്കുന്നു, ഞാൻ നിന്നെ സഹായിക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ലോർഡ് ഈസ് അവർ ഹെൽപ്പർ. ദൈവം നമ്മുടെ സഹായകനാണ്. വിശുദ്ധ തിരുവെഴുത്തിൽ പഴയ നിയമത്തിന്റെ ഒട്ടുമിക്ക ചരിത്ര സംഭവങ്ങളും പരിശോധിച്ചാൽ അവിടെയെല്ലാം പ്രവാചകന്മാരിലൂടെയും ദൈവത്തിന്റെ ജനമായ ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ അരുളപ്പാട് നാം കേൾക്കുമ്പോൾ വ്യക്തമായിട്ട് ദൈവം അരുളി ചെയ്യുന്ന വാക്ക് ഞാൻ നിന്നെ സഹായിക്കും എന്നുള്ളതാണ്. ദൈവം സഹായിച്ച നിരവധി സന്ദർഭങ്ങൾ പഴയ നിയമത്തിൽ ചരിത്രത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇസ്രയേൽ മക്കളുടെ മിസ്രയീം അടിമത്തത്തിൽ നിന്നുള്ള മോചനത്തിന്റെ സമയത്തും മരുഭൂമിയിലൂടെയുള്ള അവരുടെ യാത്രയും ആ യാത്രയുടെ ആരംഭത്തെങ്കിൽ അവർ ചെങ്കടലിന് മുമ്പാകെ വന്നു നിൽന്നപ്പോഴും പിന്നീട് മരുഭൂമിയിലൂടെ അവർ യാത്ര ചെയ്ത വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിലും എല്ലാം ദൈവം ഒരു സഹായകനായിട്ട് കൂടെ നിന്നിട്ടുണ്ട്. അവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെൽപ്പർ എന്നാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഒരുപക്ഷെ മാനുഷികമായ വഴികളിലെല്ലാം അടഞ്ഞു എന്ന് തോന്നുന്ന സാഹചര്യങ്ങളിൽ പോലും ദൈവം താൻ തന്നെ അവർക്ക് വേണ്ടി വഴികളെ തുറന്ന് സഹായകനായിട്ട് തീർന്നിട്ടുണ്ട്. 46 സങ്കീർത്തനത്തിന്റെ ആരംഭവാക്യത്തിൽ നാം വായിക്കുന്നു, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവിടുന്ന് ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു എന്നാണ് വായിക്കുന്നത്. ഏറ്റവും അടുത്ത ഒരു ഹെൽപ്പറായിട്ട് കൂടെ നിൽക്കുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇവിടെ ഈ ജനത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തമായ വാക്കാണ് ഞാൻ നിന്നെ സഹായിക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ദൈവം സഹായമായിരിക്കുന്ന ജനം എത്ര ഭാഗ്യമുള്ള ഒരു ജനമാണ്. അങ്ങനെ ഒരു ജനത്തെയാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിക്കൊണ്ട് പറയുന്നു, ഞാൻ നിന്നെ സഹായിക്കും എന്ന എന്റെ അരുളപ്പാട് നിനക്കുണ്ട്. ആരെയാ സഹായിക്കുന്നത്? തൊട്ടുമുകളിൽ വായിക്കുന്നു, പുഴുവായ യാക്കോബെ എന്നാ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ യാക്കോബ് എന്ന് പറയുന്ന ആ ജനതയെ മുഴുവൻ വിളിച്ചിരിക്കുന്ന വാക്ക് പുഴു എന്നാണ്, വേംസ് എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പുഴുവായ യാക്കോബെ. ഞാൻ അതിനെ ഇങ്ങനെ ഒന്ന് പറയട്ടെ. പുഴു എന്ന് പറയുന്നത് ഏറ്റവും ബലഹീനമായിരിക്കുന്ന, നഗ്നനേത്രങ്ങൾ കൊണ്ട് പോലും കാണുവാൻ കഴിയാത്ത തരത്തിലുള്ള വളരെ ചെറിയതായിരിക്കുന്ന ഒരു ജീവിയാണ് പുഴു എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പുഴുവിനോടാണ് ഈ ജനത്തെ ഉപമിച്ചിരിക്കുന്നത്. നീ ബലഹീനനാ, നിനക്ക് സ്വയമായിട്ടൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല, എന്നാലും ആരും സഹായിപ്പാനില്ലാത്ത നിന്നെ പോലും ഞാൻ സഹായിക്കാം എന്നാണ് ദൈവം അരുളി ചെയ്തിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, അവിടുന്ന് സഹായകനായിട്ടിരിക്കുമ്പോൾ ഏറ്റവും ബലഹീനമായിരിക്കുന്ന ഒരു ജീവിയായ പുഴുവിനോട് ഉപമിച്ചിട്ട് പറയുക, നീ അങ്ങനെ ഒരു വ്യക്തിയാണ്, നിന്നെ ഞാൻ സഹായിക്കാം എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് പ്രഭാതത്തിൽ ദൈവം നമ്മുടെ സഹായകനായിട്ട് തീർന്നിരിക്കുക. എന്നാൽ എന്റെ ചിന്ത പെട്ടെന്ന് ഓടിയെത്തുന്നത് ഗോൽഗോഥാ മലമുകളിലാണ്. ദൈവപുത്രനായ യേശുക്രിസ്തു എന്ന ദൈവത്തിന്റെ പൊന്നോമന പുത്രൻ ആ ക്രൂശിൽ കിടന്ന് വേദന അനുഭവിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പിലാത്തോസിന്റെ കൽത്തളം എന്ന ഗബത മുതൽ ഗോൽഗോഥ വരെ നമ്മുടെ കർത്താവ് അനുഭവിക്കുന്ന വ്യഥകളുടെ വ്യത്യസ്തമായ ചിത്രവും കാണുവാൻ കഴിയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ പറയട്ടെ, ഈ ഭാഗങ്ങളിലെങ്ങും ഒരു ഹെൽപ്പറായിട്ട് നമുക്ക് ദൈവത്തിന്റെ വാക്ക് കാണുവാൻ കഴിയുന്നില്ല. ദൈവം ഇറങ്ങി വന്ന് സഹായിക്കുന്നതായിട്ട് അവിടെയെങ്കിലും നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. ഗോൽഗോത്തായിൽ നമ്മുടെ കർത്താവ് ക്രൂശിൽ കിടന്ന് വേദന സഹിച്ചെന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് അലറിക്കലയുമ്പോഴും അവിടെയും ഒരു ഹെൽപ്പിങ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല. കുറേനക്കാരനായ ശീമോൻ പടയാളികളുടെ നിർബന്ധത്താൽ
കുരിശ് ചുമക്കുവാനായിട്ട് പിന്നാലെ ചെന്നെങ്കിലും ആ കുരിശെടുക്കാൻ പോലും അവന് കഴിഞ്ഞില്ല. അവനൊരു ഹെൽപ്പർ അല്ലായിരുന്നു, അവനതിന് കഴിഞ്ഞില്ല, അവനെ കൊണ്ട് അതിന് സാധിച്ചില്ല. ഒരു വാക്ക് ഇങ്ങനെ പറയട്ടെ, നമുക്ക് വേണ്ടി നമ്മുടെ പാപം മുഴുവൻ ഏറ്റ ദൈവപുത്രനെ സ്വർഗത്തിലെ ദൈവം കാൽവറിയിലെ ചക്കിലിട്ട് അരച്ചു കളഞ്ഞപ്പോൾ അവിടെയും ഒരു സഹായം ദൈവത്തിൽ നിന്നുണ്ടായത് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. അതിനൊറ്റ കാരണമേ ഇന്ന് പ്രഭാതത്തിൽ പറയുവാനായിട്ടുള്ളൂ. എന്റെയും നിങ്ങളുടെയും കഠോരമായ പാപത്തിന് പരിഹാരം വരുവാൻ, അറുതി വരുത്തി തീർക്കുവാൻ സ്വർഗത്തിലെ ദൈവം തന്റെ പൊന്നോമന പുത്രനെ ക്രൂശിൽ തകർത്ത് കളയുവാൻ ഇടയായിട്ട് തീർന്നു. ഇന്ന് പ്രഭാതത്തിൽ വാസ്തവത്തിൽ ഇസ്രായേലിന് സഹായമായിരിക്കുന്ന ദൈവം, ഇന്ന് നമ്മുടെ സഹായമായിരിക്കുന്ന ദൈവം ഒരു സഹായവും ചെയ്യാതെ ദൈവത്തിന്റെ പൊന്നോമന പുത്രൻ ക്രൂശിക്കണമെന്ന് നിലവിളിച്ചപ്പോൾ അത് കാണാതെ കണ്ണടച്ച് കളഞ്ഞത് എന്തിനായിരുന്നു എന്നറിയാമോ? നമ്മെ ഓരോരുത്തരെയും തന്റെ മക്കളാക്കി തീർക്കുവാൻ. ഇന്ന് അവിടുന്ന് നമ്മുടെ സഹായമായിട്ട് തീർന്നു, നമ്മുടെ സഹായകനായിട്ട് തീർന്നു, നമ്മുടെ ഏറ്റവും അടുത്തിരിക്കുന്ന തുണയായിട്ട് തീർന്നു. ബലഹീനരായ നമ്മെ ത്രാണിയുള്ളവരാക്കി തീർക്കുവാൻ നമുക്ക് വേണ്ടി ക്രൂശിൽ വേദന അനുഭവിച്ച ദൈവപുത്രനെ ഓർക്കുകയും നമുക്ക് ദൈവത്തിന്റെ സ്നേഹത്തിന് മുമ്പാകെ എല്ലാ മഹത്വവും അർപ്പിക്കുകയും ചെയ്യാം. ഈ ചിന്തകളോടെ ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തെ ആരാധിക്കാം. അവിടുത്തെ പൊന്നുനാമം മാത്രം മഹിമപ്പെടുമാറാകട്ടെ. ആമേൻ. എൻ സഹായം വരുന്ന പർവ്വതം നീ അല്ലയോ, എൻ സഹായം വരുന്ന പർവ്വതം നീ അല്ലയോ, എന്നുടെ പ്രത്യാശയും കർത്താവേ നീ മാത്രമാ, എന്നുടെ പ്രത്യാശയും കർത്താവേ നീ മാത്രമാ. നാഥാ ഞാനിതാ വന്നിടുന്നു,